ഇന്ന് പാരാമെഡിക്കൽ രംഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് റേഡിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ റേഡിയോളജി എന്ന പേരിലും, ഇനി കർണാടക പോവുകയാണെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന പേരിലും, ഇനി കേരളത്തിലാണെങ്കിൽ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഒരു കോഴ്സ് പാരാമെഡിക്കൽ രംഗത്തിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് ലബോറട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാം. ദെൻ രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ്, അതായത് സ്കാനിങ്, എക്സ്റേസ് ഇതുപോലുള്ള മെത്തേഡ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുക എന്നതാണ്. സോ ഈ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ലാണ്ട് മെഡിക്കൽ സയൻസിനെ നിലനിൽക്കുക തന്നെ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് റേഡിയോളജി കഴിഞ്ഞൊരു സ്റ്റുഡന്റ് മെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ എക്സ്റേ മെഷീൻസ്, CT സ്കാനർ മെഷീൻസ്, MRI സ്കാനേഴ്സ്, പെറ്റ് സ്കാനേഴ്സ്, ദെൻ അൾട്രാസൗണ്ട് സ്കാനേഴ്സ്, അത് കൂടാണ്ട് ഡോപ്ലർ പോലെയൊക്കെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കുകയാണ് ഇവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റേഡിയോളജി കഴിഞ്ഞൊരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ സാധ്യത അനന്തമായ സാധ്യതയാണ്. ഇപ്പൊ ഹോസ്പിറ്റൽസ്, അത് കൂടാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കാനിങ് സെന്റേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് കറന്റിലെ മെഡിക്കൽ സയൻസിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും നമ്മൾ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ലാണ്ട് അവർക്ക് നിലനിൽക്കൽ പോസിബിൾ അല്ല. ഇപ്പൊ ഈവൻ നമ്മൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഫ്രാക്ചർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നോർമലി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പോവുകയാണെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഓക്കെ, സോ ഇത്തരത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും, ഇപ്പൊ ഗൈനക്കോളജിയോ സർജറിയോ ഇല്ലെങ്കിൽ പീഡിയാട്രിക്കോ അങ്ങനെയുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ്സ്, ഇനി ന്യൂറോ സർജറിയോ അല്ലെങ്കിൽ കാർഡിയാക് സർജറി, ഇത്തരത്തിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും CT സ്കാനും MRI സ്കാനും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡ്സ് ഇല്ലാണ്ട് ഇന്ന് മെഡിക്കൽ സയൻസിന് എന്തായാലും എക്സിസ്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പാരാമെഡിക്കൽ ശാഖ തന്നെയാണ് റേഡിയോളജി. സോ റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് BSc റേഡിയോളജിയും വരുന്നുണ്ട്, അത് കൂടാണ്ട് ഡിപ്ലോമ റേഡിയോളജിയും വരുന്നുണ്ട്. BSc റേഡിയോളജി കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും എടുക്കാനായിട്ട് സാധിക്കുക. BSc റേഡിയോളജിയുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 years ആണ്. 3 years കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് BSc റേഡിയോളജിയുടെ കോഴ്സ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഡിപ്ലോമ റേഡിയോളജി എടുക്കുന്ന സാഹചര്യത്തിൽ ഡിപ്ലോമ റേഡിയോളജിയുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. 2.5 വർഷത്തെ കോഴ്സ് പ്ലസ് 6 months ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് ഡിപ്ലോമ റേഡിയോളജി ഫ്രെയിം ചെയ്തേക്കുന്നത്. സോ ഡിപ്ലോമ റേഡിയോളജി എടുക്കുന്ന ഒരു വിദ്യാർത്ഥി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണമെന്നത് നിർബന്ധമല്ല. പക്ഷേങ്കിൽ BSc റേഡിയോളജി എടുക്കുന്ന ഒരു വിദ്യാർത്ഥി ഉറപ്പായും സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. നമ്മൾ അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് നോക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിന്റെ അണ്ടറിലുള്ള കോളേജസ്, അതായത് കേരളത്തിലെ കുഹാസിന്റെ അണ്ടറിലുള്ള കോളേജസിന്റെ അഡ്മിഷൻ നടക്കുന്നത് LBS വഴിയാണ്. സോ +2 റിസൾട്ട് വന്നതിന് ശേഷം LBSന്റെ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ കേരളത്തിൽ വളരെ കുറവ് സീറ്റ് മാത്രമാണ് നമുക്ക് റേഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് പിന്നെ ഉള്ളത് കേരളത്തിലെ അമൃത യൂണിവേഴ്സിറ്റിയാണ്. അമൃത അവരുടെ സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുന്നുണ്ട്. സോ ആ ഒരു എൻട്രൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അമൃതയിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. ഇനി കേരളത്തിലെ പുറത്തുള്ള കോളേജുകൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻസ് നടക്കുന്നത്. സോ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കോളേജസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സീറ്റ് മാത്രമാണുള്ളത്. നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാത്രമാണ് കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് റേഡിയോളജി റിലേറ്റഡ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അമൃത യൂണിവേഴ്സിറ്റിയാണ്. ഇനി നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുക. മെഡിക്കൽ കോളേജ് ക്യാമ്പസസ് ഒക്കെയാണ്, നല്ല പേഷ്യൻസ് ഉള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബെറ്റർ ചോയ്സ് ആണ്. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മിനിമം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെങ്കിലും ഉള്ള കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ബിക്കോസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വർക്ക് ചെയ്യൽ പോസിബിൾ അല്ല. സോ +2 കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയൊരു ഡ്യൂറേഷനിൽ കുറഞ്ഞ ചിലവിൽ പഠിച്ചിട്ട് നല്ല ഒരു കരിയർ ഷേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് റേഡിയോളജി. നമ്മൾ ഇതിന്റെ ഒരു ഫീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് BSc റേഡിയോളജി എന്ന് പറയുന്നത്.
സോ BSc റേഡിയോളജി കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ നല്ല കോളേജസോ ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ഇതിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.